മലയാളികളുടെ ആഘോഷമായ ഓണത്തിന്റെ ഐതിഹ്യം ഉറങ്ങുന്ന ഒരു ഇടമുണ്ട് എറണാകുളം തൃക്കാക്കരയിൽ. മഹാബലി കഥകൾ വിശ്വാസമായി മാറിയ തൃക്കാക്കരയിലെ വാമനമൂർത്തി ക്ഷേത്രം ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും പുരാണങ്ങളും ഒരുമിക്കുന്ന അപൂർവം ക്ഷേത്രം എന്ന പ്രത്യേകതയും തൃക്കാക്കരയിലെ ഈ ക്ഷേത്രത്തിലുണ്ട്. മലയാളികളുടെ ഉത്സവമായ ഓണം. ആ ഓണവുമായി ചരിത്രപരമായും ഐതിഹ്യപരമായും വളരെയേറെ ബന്ധമുള്ള ക്ഷേത്രങ്ങളിലൊന്ന് അതാണ് തൃക്കാക്കരയിലെ വാമനമൂർത്തി ക്ഷേത്രം. ഇന്ത്യയിൽ തന്നെ വാമന സങ്കല്പമുള്ള അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത്. തൃക്കാക്കര ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള ശ്രീ വാമനമൂർത്തിയുടെ ക്ഷേത്രമാണ്. കേരളത്തിന്റെ ഐതിഹ്യ ചരിത്രത്തിൽ വിശ്വാസത്തിന്റെ ഉറച്ച അടയാളമായി നിലകൊള്ളുന്ന ക്ഷേത്രമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. മലയാളികളുടെ സാംസ്കാരിക ഓർമ്മകളിൽ ആഴമായി പതിഞ്ഞ മഹാബലി ചരിത്രം ഇവിടെ ഇന്നും ജീവനുള്ള വിശ്വാസമായി തുടരുകയാണ്. വാമനനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ചതുർബാഹുവായ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് പരശുരാമനാണെന്നാണ് ഐതിഹ്യം. ശ്രീകോവിലിനകത്ത് 7 പടികൾക്ക് മുകളിലായാണ് വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള വട്ട ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിലേത്. മേൽക്കൂര ചെമ്പ് മേഞ്ഞതെങ്കിൽ മച്ച് ദാരുനിർമ്മിതമാണ്. തൃക്കാക്കര ഈ ഓണത്തപ്പൻ കൊണ്ട് നമ്മളെ വീടുകളിൽ ഓണത്തിന് ഒരു ആചാരമുണ്ട്. എല്ലാ തിരുവോണത്തിന് ആ ഓണത്തപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തൃക്കാക്കരയപ്പനാണ്. എല്ലാ വീടുകളിലും ഓണത്തിനാകുക. അപ്പോൾ അതുപോലെ എല്ലാ ചിങ്ങമാസ തിരുവോണത്തിനും മഹാബലിയുടെ വന്ന് ഈ ഭഗവാനെ ദർശിക്കുന്നു എന്നാണ് ഐതിഹ്യം. ആ തൃക്കാക്കര ത്രിവിക്രമ രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് ഈ വാമനമൂർത്തി. ഓണത്തിന് 10 ദിവസമാണ് ഇവിടെ ഉത്സവം. അത്തം തൊട്ട് തിരുവോണം വരെ ഉത്സവമുണ്ട്. 2 ക്ഷേത്രങ്ങളായാണ് ഇവിടെയുള്ളത്. ഒന്നിൽ വാമനമൂർത്തിയെങ്കിൽ മറ്റൊന്നിൽ ശിവപ്രതിഷ്ഠയാണ്. 8 ഏക്കറിലധികം വിസ്തീർണമുള്ള അതിവിശാലമായ സ്ഥലത്താണ് ഈ 2 ക്ഷേത്രങ്ങളും നിലകൊള്ളുന്നത്. വാമനന്റെ തൃക്കാൽ പതിഞ്ഞ സ്ഥലമാണ് തൃക്കാൽക്കരയും പിന്നീട് തൃക്കാക്കരയും ആയിത്തീർന്നത് എന്നും ഐതിഹ്യമുണ്ട്. ഓണവുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്ഷേത്രവും ഇതാണ്. ഓണപ്പൂക്കളത്തിന് നടുവിലാണ് തൃക്കാക്കരയപ്പന് സ്ഥാനം. ഓണത്തിന് ഒരാസ്ഥാനമുണ്ടെങ്കിൽ അത് തൃക്കാക്കരയെന്നും പഴമക്കാർ പറയുന്നു. കൂടാതെ 108 ദിവ്യക്ഷേത്രങ്ങളിൽപ്പെട്ട ഒരു ക്ഷേത്രമെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. പിന്നെ കേരളത്തിലെ ഉത്സവം എന്ന് പറയുന്ന ഒരു സങ്കല്പം എന്ന് കേൾക്കുമ്പോൾ തന്നെ കേരളീയർക്ക് വരുന്ന ഒരു ഓർമ്മയെന്ന് പറഞ്ഞാൽ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രമാണ്. 108 ദിവ്യദേശങ്ങളിൽപ്പെട്ട ക്ഷേത്രമാണ്. അതായത് നമ്മുടെ ബദരീനാഥ്, തിരുപ്പതി, അങ്ങനെ 108 ആഴ്വാർ, തമിഴ് കവി ആഴ്വാർ. അപ്പോൾ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഈ 108 ദിവ്യദേശത്തിൻ്റെ പ്രാധാന്യം കണക്കാക്കി ഇവിടെ ഭക്തർ വരുന്നുണ്ട്. അവർ 108 വൈഷ്ണവ ക്ഷേത്രങ്ങൾ അതിലുൾപ്പെടുന്നതാണ്. നിരവധി ഭക്തരാണ് ഓരോ ദിവസവും ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഈ മണ്ണി ചവിട്ടിയത് ആരും ഹൈ ലെവലിൽ എത്താണ്ടിരുന്നിട്ടില്ല. അതാണ് ഈ ഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. എൻ്റേതായ സങ്കടങ്ങൾ ഞാനിവിടെ വന്ന് വാമനമൂർത്തിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞു പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും എൻ്റേതായ ദുഃഖങ്ങൾക്ക് ശമനം സാധിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഇവിടെ തന്നെ എല്ലാ കാര്യങ്ങളും നടത്തി തന്നിട്ടുണ്ട്. പിള്ളേരാണേലും നല്ല ഇതായി
പഠിപ്പിക്കാനും എടുക്കാനും ഒക്കെ ഇവിടുന്നാണ് എല്ലാം ഭഗവാനെ തന്നതെല്ലാം. ഐതിഹ്യം ഇവിടെ കഥയല്ല, അത് ഇവിടെ എത്തുന്ന ഓരോ ഭക്തർക്കും ജീവിക്കുന്ന അനുഭവങ്ങളാണ്. മഹാബലിയുടെ സ്മരണയും വാമനമൂർത്തിയുടെ സാന്നിധ്യവും കാലാതീതമായി ലയിക്കുന്ന തൃക്കാക്കരയിൽ നിന്നും ക്യാമറാമാൻമാരായ വിഷ്ണുവിനും സജയ്ക്കും അലോഷിക്കുമൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം.